നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് എഐക്ക് കൊച്ചു കൊച്ചു വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ, വെറുമൊരു ക്ലിപ്പല്ല, ഒരു സിനിമയിലെ ഒരു രംഗം മുഴുവനായി കഥാപാത്രങ്ങളെയോ പശ്ചാത്തലത്തെയോ മാറ്റാതെ ഒരു കഥയുടെ ഒഴുക്കോടെ നിർമ്മിക്കാൻ സാധിച്ചാലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു വിസ്മയത്തെക്കുറിച്ചാണ്. ഹോലോസീൻ, സിനിമയുടെ ഭാഷ പഠിച്ചെടുക്കുന്ന ഒരു പുതിയ എഐ. അതായത് ഇപ്പോഴത്തെ എഐ മോഡലുകളുടെ പ്രശ്നമെന്തായെന്ന് വെച്ചാൽ അവയ്ക്ക് ഒറ്റ ഷോട്ടുകൾ ഗംഭീരമായി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു സിനിമ എന്നാൽ കുറേ ഷോട്ടുകൾ ചേർത്ത് വെച്ചാൽ മാത്രം മതിയോ? പോരാ, അതൊരു കഥയാണ്. ഒരു ഷോട്ടിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ കഥാപാത്രങ്ങളും അവരുടെ വസ്ത്രവും ചുറ്റുപാടും എല്ലാം ഒരുപോലെ ഇരിക്കണം. ഈയൊരു തുടർച്ച നിലനിർത്താൻ ഇപ്പോഴത്തെ മോഡലുകൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് കഥയുടെ ആ ഒഴുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ ഇതാണ് ശരിക്കുള്ള വെല്ലുവിളി. ഈ വിവരണത്തിലെ വിടവും അല്ലെങ്കിൽ നറേറ്റീവ് ഗ്യാപ്പ് നികത്താൻ എഐക്ക് സാധിക്കുമോ? അതായത് ഒരൊറ്റ ക്ലിപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ഒരു സിനിമാരംഗം മുഴുവൻ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകന്റെ റോളിലേക്ക് എഐക്ക് മാറാൻ പറ്റുമോ? നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ വിവരണത്തിലെ വിടവ് എന്തുകൊണ്ടാണ് എഐക്ക് ഇത്ര വലിയൊരു തലവേദനയാകുന്നതെന്ന് നോക്കാം. ഇതിനു മുൻപ് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ വഴികളാണ് നോക്കിയത്, അതൊക്കെ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഓരോ ഷോട്ടും വെവ്വേറെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരുമിച്ച് തുന്നിച്ചേർക്കും. ഇത് നമ്മൾ ഒരു ജിഗ്സോ പസിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പക്ഷെ ഓരോ കഷ്ണവും വേറെ വേറെ പസിലിൻ്റെതാണെങ്കിലോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഷോട്ടിലെ കഥാപാത്രത്തിന്റെ ഷർട്ടിന്റെ നിറമായിരിക്കില്ല ചിലപ്പോൾ അടുത്ത ഷോട്ടിൽ. ഇതിനെയാണ് കൺസിസ്റ്റൻസി ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഈയൊരു പൊരുത്തക്കേട് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോ ഈ ഓരോ ഷോട്ടിനെയും വെവ്വേറെ കാണുന്ന രീതി ശരിയാവില്ലെന്ന് മനസ്സിലായല്ലോ? ഇവിടെയാണ് ഹോലോസീൻ ഒരു പുതിയ ആശയവുമായി വരുന്നത്. അവർ ചിന്തിച്ചത് ആ പസിലിന്റെ ഓരോ കഷ്ണത്തെക്കുറിച്ചല്ല, മറിച്ച് ആ ചിത്രം മുഴുവനായി എങ്ങനെ ഒറ്റയടിക്ക് ഉണ്ടാക്കാം എന്നാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഹോലോസീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ഹോളിസ്റ്റിക് ജനറേഷൻ. അതായത് ഓരോ ഷോട്ടായി ഉണ്ടാക്കി ഒട്ടിച്ചുവെക്കുന്നതിനു പകരം ആ രംഗം മുഴുവനായിട്ട് ഒറ്റയടിക്ക് നിർമ്മിക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ എഐ ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടുതന്നെ കഥാപാത്രങ്ങൾക്കും പശ്ചാത്തലത്തിനും ഒരു മാറ്റവും വരില്ല. പൂർണ്ണമായ സ്ഥിരത ഉറപ്പ്. ഈ ആശയം കേൾക്കാൻ വളരെ നല്ലതാണെങ്കിലും ഇത് പ്രായോഗികമാക്കാൻ രണ്ട് വലിയ കടമ്പകളുണ്ടായിരുന്നു. ഒന്ന്, ഒരു സംവിധായകനെ പോലെ നമുക്കെങ്ങനെ എഐയോട് നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും? അതായത് ഓരോ ഷോട്ടിലും എന്ത് വേണം എന്ത് വേണ്ട എന്ന് കൃത്യമായി എങ്ങനെ പറയും? രണ്ട്, ഇങ്ങനെ ഒരു രംഗം മുഴുവനായി ഉണ്ടാക്കാൻ ഭയങ്കരമായ കമ്പ്യൂട്ടിംഗ് പവർ വേണ്ടിവരില്ലേ? അതെങ്ങനെ താങ്ങാനാവും? അപ്പോ ഈ കമ്പ്യൂട്ടിംഗ് പവറിന്റെ പ്രശ്നം പരിഹരിക്കാനായി ഹോലോസീൻ ഒരു ബ്രില്യന്റ് ഐഡിയ ആണ് ഉപയോഗിച്ചത്. സ്മാർട്ട് സ്പാർസ് അറ്റൻഷൻ എന്നു പേരുള്ള ഈ ടെക്നിക്കാണ് ഹോലോസീന്റെ കാര്യക്ഷമതയുടെ രഹസ്യം. എന്താണ് ഈ സംഭവമെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി വീഡിയോ ഉണ്ടാക്കുമ്പോൾ സെൽഫ് അറ്റൻഷൻ എന്നൊരു രീതിയുണ്ട്. അതായത് ഒരു വീഡിയോയിലെ ഓരോ ഫ്രെയിമും മറ്റെല്ലാ ഫ്രെയിമുകളുമായും സംസാരിക്കും. ഇത് തുടർച്ച കിട്ടാൻ നല്ലതാണ്. പക്ഷേ വീഡിയോയുടെ നീളം കൂടുന്തോറും ഈ സംസാരങ്ങളുടെ എണ്ണം ഭീകരമായി വർദ്ധിക്കും. ലക്ഷക്കണക്കിന് കണക്കുകൂട്ടലുകൾ വേണ്ടിവരും. ഇത് കാരണം പ്രോസസ് വളരെ പതുക്കെയാകും, ഭയങ്കര ചെലവും വരും. ഈ പ്രശ്നം മറികടക്കാൻ ഹോലോസീൻ ഒരു ഹൈബ്രിഡ് രീതിയാണ് ഉപയോഗിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഒന്നാമതായി ഒരു ഷോട്ടിന്റെ ഉള്ളിലുള്ള എല്ലാ ഫ്രെയിമുകളും പരസ്പരം നന്നായി സംസാരിക്കും. രണ്ടാമതായി ഓരോ ഷോട്ടും അതിനെക്കുറിച്ച് ഒരു ചെറിയ സംഗ്രഹം അഥവാ സമ്മറി ഉണ്ടാക്കും. മൂന്നാമതായി ഒരു ഷോട്ട് മറ്റെല്ലാ ഷോട്ടുകളുമായി മുഴുവനായി സംസാരിക്കുന്നതിന് പകരം ഈ സമ്മറി മാത്രം കൈമാറും. ഇത് നമ്മൾ ഒരു വലിയ പുസ്തകം മുഴുവൻ വായിക്കുന്നതിന് പകരം ഓരോ അധ്യായത്തിന്റെയും സമ്മറി വായിച്ച് കഥ മനസ്സിലാക്കുന്നതുപോലെയാണ്. കാര്യക്ഷമതയും കിട്ടും, കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടുകയുമില്ല. ഈ ഡയഗ്രം കാണുമ്പോൾ കുറച്ചു സങ്കീർണമായി തോന്നാം. പക്ഷെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ലളിതമായ ആശയമാണ് ഇതിലുള്ളത്. ഓരോ ഷോട്ട് ബ്ലോക്കുകളും തമ്മിൽ നേരിട്ടല്ല, മറിച്ച് ചെറിയ സമ്മറി ടോക്കണുകളിലൂടെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യക്ഷമമായ രീതിയുള്ളതുകൊണ്ടാണ് മിനിറ്റുകൾ നീളുന്ന വീഡിയോകൾ പോലും ഉണ്ടാക്കാൻ ഹോലോസീന് സാധിക്കുന്നത്. ഇതിന്റെ തെളിവ് വേണോ? ദാ നോക്കൂ. ഈ മൂന്നാമത്തെ വരിയിൽ ഷോട്ടുകൾ തമ്മിലുള്ള ഈ സമ്മറി വഴിയുള്ള ആശയവിനിമയം അവർ ഓഫ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ ഷോട്ടിലെ കഥാപാത്രം ആറാമത്തെ ഷോട്ടിലെത്തിയപ്പോഴേക്കും വേറൊരാളായി മാറി. കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെട്ടു. അപ്പോ ഈ സ്പാസ് കമ്മ്യൂണിക്കേഷൻ വെറുമൊരു ടെക്നിക്കല്ല, ഹോളോസിനിന്റെ വിജയത്തിന്റെ ആണിക്കല്ലാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശരി, അപ്പൊ കാര്യക്ഷമതയുടെ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ മറ്റേ വെല്ലുവിളിയോ?
ഒരു സംവിധായകനെ പോലെ AI-ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എങ്ങനെ? ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് കൃത്യമായ ഷോട്ടുകൾ എടുക്കാൻ അതിന് എങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് നമ്മളെ ഹോളോസീനിന്റെ രണ്ടാമത്തെ കിടിലൻ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിക്കുന്നത്. വിൻഡോ ക്രോസ് അറ്റൻഷൻ ഒരു സൂപ്പർവൈസർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റിലെ ഓരോ നിർദ്ദേശവും, ഉദാഹരണത്തിന് ഷോട്ട് 1 ക്ലോസ് അപ്പ് എന്നത് വീഡിയോയിലെ കൃത്യമായ ഫ്രെയിമുകളുമായി ഇത് നേരിട്ട് ബന്ധിപ്പിക്കും. ഇതുകൊണ്ടെന്താ ഗുണം? AI സ്ക്രിപ്റ്റിലെ നിർദ്ദേശങ്ങൾ തെറ്റിദ്ധരിക്കുകയോ മറന്നുപോവുകയോ ചെയ്യില്ല. ഓരോ ഷോട്ടിനും അതിൻ്റെതായ നിർദ്ദേശം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പുവരുത്തും. നമുക്ക് വീണ്ടും ഈ ചിത്രത്തിലേക്ക് വരാം. ഇതിലെ ഏറ്റവും മുകളിലത്തെ വരി കണ്ടോ? അവിടെ വിൻഡോ ക്രോസ് അറ്റൻഷൻ ഇല്ല. അപ്പോ എന്ത് സംഭവിക്കുന്നു? അടുത്ത ഷോട്ടിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടും AI അത് കേൾക്കാതെ പഴയ രംഗത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു ഷോർട്ട്കട്ട് നടക്കുന്നേയില്ല. അപ്പോൾ കൃത്യമായ ഷോട്ട് മാറ്റങ്ങൾക്കും ഒരു സംവിധായകന്റെ നിയന്ത്രണത്തിനും ഈ സംവിധാനം എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാര്യക്ഷമതയ്ക്ക് സ്പാഴ്സ് അറ്റൻഷനും നിയന്ത്രണത്തിന് വിൻഡോ ക്രോസ് അറ്റൻഷനും, ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കഴിവുകൾ ഹോളോസിന് തനിയെ കിട്ടാൻ തുടങ്ങി. ഒരു ഓർമ്മശക്തിയും സിനിമയെക്കുറിച്ചുള്ള ഒരു സാമാന്യബോധവും കിട്ടിയതുപോലെ. ഹോളോസിനിന്റെ ഓർമ്മശക്തി എത്രത്തോളമുണ്ടെന്ന് ഈ ഉദാഹരണം കാണിച്ചു തരും. നോക്കൂ, ഷോട്ട് 2-ൽ ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കുന്നു. പിന്നെ ക്യാമറ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് 6-ാമത്തെ ഷോട്ടിൽ ആ ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ടോ, അവരുടെ രൂപമോ വസ്ത്രമോ ഒന്നും മാറാതെ AI കൃത്യമായി ഓർപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഹോളിസ്റ്റിക് ജനറേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഇനി ഹോളോസിന് സിനിമയുടെ ഭാഷ എത്രത്തോളം മനസ്സിലാകുമെന്ന് നോക്കാം. ഇവിടെ നിർദ്ദേശം ലോങ് ഷോട്ട് എന്നായിരുന്നു. കണ്ടില്ലേ? അത് കൃത്യമായി ആ പ്രതിമയുടെ ഒരു വിശാലമായ കാഴ്ച തന്നെ നമുക്ക് തന്നു. അടുത്ത നിർദ്ദേശം മീഡിയം ഷോട്ട്. AI ഉടൻ തന്നെ ക്യാമറ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്ന് ഒരു മീഡിയം ഷോട്ട് നൽകി. വളരെ കൃത്യം. അവസാനമായി നമ്മൾ ക്ലോസപ്പ് എന്ന് കൊടുത്തപ്പോൾ ആ പ്രതിമയുടെ മുഖഭാവങ്ങൾ വ്യക്തമാക്കുന്ന ഒരു മികച്ച ക്ലോസപ്പ് ഷോട്ടും ലഭിച്ചു. ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്ന അതേ നിയന്ത്രണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് അതിലും ഗംഭീരമാണ്. വെറും നിശ്ചലമായ ഷൂട്ടുകൾ മാത്രമല്ല, ക്യാമറയുടെ ചലനങ്ങളും ഹോളോസീൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഡോളി ഔട്ട് എന്ന് നിർദ്ദേശം കൊടുത്തപ്പോൾ ഒരു യഥാർത്ഥ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതുപോലെ AI പതുക്കെ പിന്നോട്ട് നീങ്ങുന്നത് കാണാം. അതോടെ ആ ആർട്ടിസ്റ്റിന്റെ സ്റ്റുഡിയോയുടെ മുഴുവൻ ദൃശ്യവും പതിയെ വെളിവാകുന്നു. ഇത് സിനിമയുടെ ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും ഹോളോസീനെല്ലാം തികഞ്ഞ ഒന്നല്ല. അതിനിപ്പോഴും പരിമിതികളുണ്ട്. ഈ ഉദാഹരണം നോക്കൂ, ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്നതായി കാണിക്കുന്നു. പക്ഷെ അടുത്ത ഷോട്ടിൽ നോക്കുമ്പോൾ ആ ഗ്ലാസ് വീണ്ടും കാലിയാണ്. അതായത് ഒരു പ്രവൃത്തിയുടെ ഫലം എന്തായിരിക്കുമെന്ന് ആ ഒരു കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ AI-ക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഈ സാങ്കേതികവിദ്യ നേരിടുന്ന അടുത്ത വലിയ വെല്ലുവിളി ഇതായിരിക്കും. അപ്പോ ഹോളോസീൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണ്. AI സിനിമയുടെ വ്യാകരണം പഠിക്കുകയും സ്വന്തമായി രംഗങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്യുമ്പോൾ മനുഷ്യനായ ഒരു കഥാകൃത്തിന്റെ, ഒരു സംവിധായകന്റെ റോൾ എന്തായിരിക്കും? ഇത് വെറും ടെക്നോളജിയുടെ മാത്രം ചോദ്യമല്ല, കലയുടെയും നമ്മുടെ സർഗാത്മകതയുടെയും ഭാവിയെക്കുറിച്ചുള്ളൊരു ചോദ്യം കൂടിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?